സീനിയർ ഇൻസ്പെക്ടർ വീട്ടിൽ വരികയാണ്. ഈ ഇൻസ്പെക്ടർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പൂർവികയും ഫാമിലിയെയും ചതിച്ച അതേ ഇൻസ്പെക്ടറാണ് ഇത്. ഇൻസ്പെക്ടർ ഇരിക്കുന്നത് കണ്ട് അവിടെ വരുന്ന അയാളുടെ വൈഫ് വരാൻ ഇത്രയും താമസിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അയാൾ ഞാൻ എന്റെ ഡാർലിംഗിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ പോയിരുന്നു, അതാണ് താമസിച്ചത് എന്ന് പറഞ്ഞ് അയാൾ വൈഫിന് വാങ്ങിക്കൊണ്ട് വന്ന മാല കാണിച്ചു കൊടുക്കുകയാണ്. ആ മാല കാണുന്ന വൈഫ് ആ മാല എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇത്രയും വെയിറ്റ് കുറഞ്ഞ മാലയാണ് എനിക്ക് ഗിഫ്റ്റായി കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അയാളുടെ നേരെ എറിയുകയാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ ഈ മാല എടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന വൈഫ് റൂമിന്റെ അകത്ത് കയറി ഡോർ അടയ്ക്കുകയാണ്. എന്നിട്ട് വൈഫ് കിടന്ന് ഉറങ്ങുന്നു. വൈഫ് ഡോർ അടച്ചത് കാണുന്ന ഇൻസ്പെക്ടർ ഇവളുടെ പേരിൽ മാത്രമേ സന്തോഷമുള്ളൂ, അല്ലാതെ ഒരു സന്തോഷമില്ല എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ഇരിക്കുമ്പോൾ അയാളുടെ പുറകിലായി വൈഫ് ഇരിക്കുന്നത് കണ്ട് പേടിക്കുന്ന അയാൾ വൈഫിനോട് നീ ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട് റൂമിന്റെ അകത്തേക്ക് പോയതല്ലേ, പിന്നെ എങ്ങനെ നീ ഇവിടെ വന്നു എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വൈഫ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് എനിക്ക് മാല ഇട്ട് തന്നില്ലല്ലോ എന്ന് സ്നേഹത്തോടെ റൊമാന്റിക്കായും പറയുകയാണ്. അത് കേൾക്കുന്ന അയാൾ വളരെ സന്തോഷത്തോടെ വൈഫിന്റെ കഴുത്തിൽ മാല ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ മാല സന്തോഷിയുടെ കഴുത്തിൽ കറക്റ്റ് ആകാത്തത് കാണുന്ന ഇൻസ്പെക്ടർ വലിയ മാലയാണ് വാങ്ങിയത്, പിന്നെ എങ്ങനെയാണ് ഈ മാല ചെറുതായി പോയതെന്ന് ആലോചിച്ച് അയാൾ നിൽക്കുമ്പോൾ സന്തോഷി അയാളുടെ കയ്യിൽ നിന്ന് മാല വാങ്ങിയിട്ട് നിങ്ങളുടെ കഴുത്തിൽ ഈ മാല ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് അയാളെ തിരിച്ചിരുത്തിയിട്ട് സന്തോഷി അയാളുടെ കഴുത്തിൽ മാല കൊണ്ട് ടൈറ്റായി പിടിക്കുകയാണ്. മാല കൊണ്ട് കഴുത്ത് വേദനിക്കുന്ന അയാൾ പിടിയുകയാണ്. അപ്പോൾ സന്തോഷി പകുതി നാഗമായി മാറുകയാണ്. ഇൻസ്പെക്ടർ വെപ്രാളത്തിനിടയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണാടിയിലൂടെ സന്തോഷിക്ക് പകരം അവിടെ ഫാണിയെ കാണുകയാണ്. അത് കാണുന്ന അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി സന്തോഷിയുടെ റൂമിന്റെ അകത്തേക്ക് പോകുന്ന അയാൾ സന്തോഷിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. നിന്നെ പോലെ ഒരു സന്തോഷി റൂമിന്റെ പുറത്തുണ്ടായിരുന്നു, അത് നാഗിനിയാണെന്ന് പറയുന്നത് കേൾക്കുന്ന സന്തോഷി ഇൻസ്പെക്ടറുടെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ആ നാഗിനെ കാണിച്ചതാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും റൂമിന്റെ പുറത്ത് വരുമ്പോൾ അവിടെ ആരെയും കാണാത്തത് കാണുന്ന ഇൻസ്പെക്ടർ സന്തോഷിയോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടറുടെ മുഖത്ത് കിസ് ചെയ്ത ലിപ്സ്റ്റിക്കിന്റെ അടയാളം കാണുന്ന സന്തോഷി അതിന്റെ പേര് പറഞ്ഞ് അയാളെ വഴക്ക് പറയുകയാണ്. ശേഷം ചപ്പാത്തി പരത്തുന്ന കമ്പ് കൊണ്ട് അയാളെ അടിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ഫാണി നാഗമായി മാറി അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് അഹാന കണ്ണാടിയിൽ നോക്കുമ്പോൾ അനന്തപുരത്തിലെ നാഗറാണിയായ അനന്തയുടെ രൂപത്തിൽ കണ്ണാടിയിൽ കാണുകയാണ്. അത് കണ്ട് ആലോചിച്ച് കൺഫ്യൂഷനിൽ അഹാന നിൽക്കുമ്പോൾ അവിടെ വരുന്ന സൂസിയും കണ്ണാടിയിൽ നാഗിനിയായ ഫാണിയുടെ രൂപത്തിൽ കാണുകയാണ്. അത് കാണുന്ന ഫാണി അഹാനയോട് ശേഷനാഗങ്ങൾക്ക് 3 നിയമങ്ങൾ വളരെ അപകടമാണ്. ആദ്യത്തേത് പൗർണമി ദിവസം എന്ത് സംഭവിച്ചാൽ ഒരു നാഗിൻ പുറംചെട്ട കളയണം, ആ പുറംചെട്ട മനുഷ്യർ കാണാൻ പാടില്ല. രണ്ടാമത്തേത് വെള്ളവും കണ്ണാടിയും, വെള്ളത്തിന്റെയും കണ്ണാടിയുടെയും മുന്നിൽ ഒരു നാഗിനി യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയും. ഒരു മനുഷ്യർ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ നാഗിനിയാണെന്ന് അവർക്ക് മനസ്സിലാകും. മൂന്നാമത്തേതും അവസാനത്തേതുമായ നിയമം, ഒരു നാഗിനി ഒറ്റയ്ക്കല്ല ഭൂമിയിൽ വരുന്നത്, വർഷങ്ങളായുള്ള ശത്രുവും നാഗിനിയുടെ കൂടെ ഉണ്ടാകും. കഴുകൻ, കീരി, മയിൽ, പിന്നെ ഡ്രാഗണും. ഇവർ വർഷങ്ങളായി നാഗങ്ങളുടെ രക്തം കുടിക്കാൻ നടക്കുന്നവരാണ്. ഇവർ എപ്പോൾ വേണമെങ്കിലും എവിടെയാണെങ്കിലും പ്രതികാരം തീർക്കാൻ വേണ്ടി വരും, സൂക്ഷിക്കണം. ഇതുപോലെ ഒത്തിരി നിയമങ്ങൾ നാഗങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾ അടങ്ങിയ ഒരു ബുക്ക് നാഗക്ഷേത്രത്തിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. എപ്പോൾ ആ ബുക്ക് തുറക്കുമോ അപ്പോൾ തന്നെ എല്ലാ നിയമങ്ങളും പുറത്തു വരും. അനന്തപുരത്തിൽ നാഗറാണിക്ക് വേണ്ടി മാത്രമായി ആ ബുക്കിൽ ഒരു അധ്യായം തന്നെ എഴുതിയിട്ടുണ്ട്. നാഗറാണിക്ക് ശക്തികൾ എത്രത്തോളം ഉണ്ടോ അത്രയും ബലഹീനതയും ഉണ്ട്. അതുകൊണ്ട് ഓരോ അടിയും സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുകയാണ് സൂസി. ശരി എന്നുള്ള രീതിയിൽ തലകുലുക്കി നിൽക്കുകയാണ് അഹാന. അത് തുടർന്ന് ആര്യമൻ അഹാനയോട് ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിച്ചിട്ട് പോകാം, എന്റെ ഫ്രണ്ടിനെയല്ലേ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അഹാന ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കാണുന്ന ആര്യമൻ അഹാനയ്ക്ക് കൊടുക്കുന്ന ഡ്രിങ്ക്സിൽ ഒരു ടാബ്ലറ്റ് ഇടുകയാണ്. എന്നിട്ട് ആ ഡ്രിങ്ക്സ് അഹാനയ്ക്ക് കൊടുക്കുന്നു. ശേഷം ചിയേഴ്സ് പറഞ്ഞ് രണ്ടുപേരും ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. ആര്യമൻ അവിടെ അടുത്തായി ഒരു ഫോണിൽ ക്യാമറ ഓണാക്കി മറിച്ച് വെച്ചിരിക്കുന്നുണ്ട്. തുടർന്ന് ആര്യമൻ അഹാനയോട് വിക്രമിനെ പ്രണയിക്കുന്നത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അഹാന കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന അഹാന ബിസിനസ് ആവശ്യങ്ങൾക്ക് എനിക്ക് വിക്രമിനെ ആവശ്യമുണ്ട്, ഡാഡി വിവാഹം കഴിച്ചാൽ മാത്രമേ ബിസിനസ് നോക്കി നടത്താൻ പെർമിഷൻ തരികയുള്ളൂ, അതിനുവേണ്ടി എനിക്ക് വിവാഹം കഴിച്ചേ പറ്റൂ എന്നൊക്കെ അഹാന പറയുമ്പോൾ നീ എന്തോ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയുകയാണ് ആര്യമൻ. അത് കേൾക്കുന്ന അഹാന ഞാനൊരു വലിയ രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ട്, അത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ, ആർക്കും അറിയാത്ത ആ രഹസ്യം എന്ന് പറയുമ്പോൾ ആര്യമൻ ആ രഹസ്യം അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയണ്ടേ, എന്നാൽ കേട്ടോ ഞാനാണ് നാഗിനി എന്ന് പറയുന്നതിന് മുമ്പേ അഹാന വെള്ളത്തിലേക്ക് വീഴുകയാണ്. അത് കാണുന്ന ആര്യമൻ അപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ചാടുകയും അഹാന വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ പിടിക്കുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ്. ശേഷം ചുറ്റും നോക്കുന്ന ആര്യമൻ അഹാനയോട് നീ പേടിക്കുന്നത് പോലെ ഈ വെള്ളത്തിന് ആഴമൊന്നുമില്ല, നീ നേരത്തെ പറഞ്ഞ സീക്രട്ട് എന്താണ്, നീ ആരാണെന്ന് ചോദിക്കുകയാണ് ആര്യമൻ. ഞാൻ 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 എന്ന് പറഞ്ഞ് അഹാനയുടെ ബോധം പോകുന്നു. ഇതെല്ലാം ഫോണിൽ റെക്കോർഡ് ആവുകയാണ്.